2023 ഏപ്രിലിൽ ഇറങ്ങിയ എന്താടാ സജി എന്ന സിനിമയ്ക്ക് ശേഷം ജയസൂര്യ എന്ന നടനെ മലയാളികൾ വെള്ളിത്തിരയിൽ അങ്ങനെ കണ്ടിട്ടില്ല. ബിഗ് ബജറ്റ് സിനിമയായിട്ടുള്ള കത്തനാരുടെ ഒരുക്കത്തിലും ഷൂട്ടിങ്ങിലുമായിരുന്നു അദ്ദേഹം. റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ജയസൂര്യയോടൊപ്പം അനുഷ്ക ഷെട്ടിയും പ്രധാന കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. ജനുവരിയിൽ റിലീസ് ഉണ്ടാകുമെന്ന രീതിയിലാണ് കത്തനാരുടെ കാര്യം പറഞ്ഞതെങ്കിലും നിലവിൽ അപ്ഡേറ്റുകളൊന്നും തന്നെ അണിയറ പ്രവർത്തകരിൽ നിന്ന് വരുന്നില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും മാർച്ച് 19 ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ആട് 3 ആയിരിക്കും ജയസൂര്യയുടെ തിരിച്ചുവരവ് സിനിമ. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന യാഷ് ചിത്രമായ ടോക്സിക് അതേ ദിവസം തന്നെ രൺവീർ സിംഗ് ചിത്രമായ ദുരന്തർ 2വുമായിട്ട് ക്ലാഷ് ആകുന്നുണ്ട്. വലിയ ബജറ്റിൽ വേണു കുന്നിപ്പിള്ളിയുടെ കാവ്യ ഫിലിംസുമായിട്ട് ചേർന്നിട്ട് വിജയ് ബാബു നിർമ്മിക്കുന്ന ആടിന്റെ 3ാം ഭാഗം, അതുകൊണ്ട് ആ തീയതിയിൽ തുടരുമോ എന്നത് കാത്തിരുന്ന് കാണണം. ഇത്തവണ ടൈം ട്രാവൽ എലമെന്റുകളൊക്കെ മിഥുൻ മാനുവൽ തോമസ് തിരക്കഥയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആട് 3യുടെയും കത്തനാരുടെയും നടുവിൽ ജയസൂര്യ ചെയ്ത താരതമ്യേന ചെറിയ സിനിമ എന്ന് പറയാവുന്ന ഒരു പടമുണ്ട്. അനുഗ്രഹീതൻ ആന്റണി എന്ന സിനിമ സംവിധാനം ചെയ്ത പ്രിൻസ് ജോയ് ആണ് ആ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ജയസൂര്യക്കൊപ്പം വിനായകനും വരുന്ന ഈ ഫാന്റസി കോമഡി സിനിമ നിർമ്മിച്ചിട്ടുള്ളത് മിഥുൻ മാനുവൽ തോമസ് ആണ്. 2026 റിലീസായിട്ട് അതും നമുക്ക് പ്രതീക്ഷിക്കാം.